നിങ്ങൾ നോക്കൂ, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തഖ്ലീദ് ചെയ്യാറില്ല. അവരൊരു ഇമാമിനെ തഖ്ലീദ് ചെയ്യാതെ എങ്ങനെയാ നമസ്കരിക്കുക? നമസ്കരിക്കുക എങ്ങനെയാണ്? നോമ്പെടുക്കുക എങ്ങനെയാണ്? ഒന്നുണ്ടാക്കുക എങ്ങനെയാണ്? ഒരു ഇമാമ് പറഞ്ഞു തരണല്ലോ ഇതൊക്കെ. അതില്ലാതെ എങ്ങനെയാണ് ചെയ്യുക എന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഷാ വലിയുള്ളാഹി ദഹ്ലവി തന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ ഒരു കാര്യം പറയുകയാണ്. ഇന്നന്നാസ കാനൂ ഖബലൽ മിഅത്തിർ റാബിയ വൈറ മുജ്മഈന അല തഖ്ലീദിൽ ഖാസ് ബി മദ്ഹബിൻ വാഹിദിൻ ബിഐനിഹി. ഹുജ്ജത്തുല്ലാഹിൽ ബാലിയിൽ കാണാം, ഹിജ്റ 400 വരെ മുസ്ലിം ലോകത്ത് ഐക്യത്തോടെയുള്ള ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. മുസ്ലിം ലോകം ഏകീകരിച്ചിട്ടില്ല. ഒരു മദ്ഹബിനെ നിർബന്ധമായും പ്രത്യേകമായ ഒരു മദ്ഹബ് സ്വീകരിക്കണമെന്നതിൽ മുസ്ലിം ലോകം ഒരിക്കലും തന്നെ ഹിജ്റ 400 വരെ ഇങ്ങനെയുള്ള ഒരു ഇമാമിനെ അന്ധമായി അനുകരിക്കുന്ന ഒരു ശൈലിയിലേക്ക് ഈ ലോകം എത്തിയിട്ടില്ല. ഹിജ്റ 400-ന് ശേഷമാണ് ഈ സ്വഭാവം ഉടലെടുത്തത്. ഷാ വലിയുള്ളാഹി ദഹ്ലവി. അപ്പൊ ഹിജ്റ 400 വരെയുള്ള ആളുകൾ എങ്ങനെ നമസ്കരിച്ചു, എങ്ങനെ ഒളുവെടുത്തു നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവരെങ്ങനെയാണോ ഒളുവെടുത്തത് അതുപോലെ നമ്മളും ഒളുവെടുക്കുന്നു. അവരെങ്ങനെയാണോ നമസ്കരിച്ചത് അങ്ങനെ നമ്മളും നമസ്കരിക്കുന്നു. എന്നാ ഞാനൊന്ന്